കൊമേഴ്ഷ്യൽ പൈലറ്റ് ആയിക്കഴിഞ്ഞാൽ അതിന് CPL എന്നല്ലേ പറയാ, CPL ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എയർക്രാഫ്റ്റ് കമ്പനികൾ മാത്രമാണോ തൊഴിൽ സാധ്യതയുള്ളത്, വേറെ എന്തെങ്കിലും തൊഴിൽ സാധ്യതകളുണ്ടോ? ബേസിക്കലി വേറെ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോലെ ട്രെയിനിങ് പഠിപ്പിക്കാൻ പറ്റും. അത് നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. നമുക്ക് ഗ്രൗണ്ട് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാൻ, ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് അവരെ തിയറി കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന രീതിക്ക്, അല്ലെങ്കിൽ ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇന്നെ സംസാരത്തിൽ പറഞ്ഞിരുന്നത് നമ്മളുണ്ടാവും എയർക്രാഫ്റ്റ്, നമ്മളുണ്ടാവും നമ്മുടെ സൈഡിൽ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അതും ഒരു പൊസിഷനാണ്, നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കൊരു പൈലറ്റ്സിനാണ് എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവുക. ഇനി അങ്ങനെ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ എയർലൈൻസ് അല്ലാണ്ട് തന്നെ ചാർട്ടേഡ് എയർക്രാഫ്റ്റ്സ് ഉണ്ടാവും. ഇപ്പം പ്രൈവറ്റ് ജെറ്റ്സ് ഒക്കെ വലിയ വലിയ ബിസിനസ് ആളുകൾക്കൊക്കെ ഉണ്ടാവുന്ന പ്രൈവറ്റ് ജെറ്റ്സ് ഉണ്ടാവും. അതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് ശരിക്കും. ഈ ഷെഡ്യൂൾഡ് എയർലൈൻസ്, നമ്മൾ ഈ കാണുന്ന എയർ ഇന്ത്യ, ഇൻഡിഗോ, അതൊക്കെ ഷെഡ്യൂൾഡ് എയർലൈൻസിൽ വരുന്നതാണ്. നോൺ ഷെഡ്യൂൾഡ് ആയിട്ട് വേറെ വരുന്നതുണ്ട്. അതിലും നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെ.